അപ്പോൾ അതേ നമ്മൾ ഷെയർ ഓട്ടോയും വിളിച്ചിട്ട് ധനുഷ്കോടി പോവുകയാണ്. ധനുഷ്കോടി കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാമ്പിൻ ബ്രിഡ്ജ് കാണാൻ പോകാൻ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. ഒറീസയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അത് കൂടാതെ വേറെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവർ തമിഴന്മാരായിരുന്നു. അതുപോലെ തന്നെ ധനുഷ്കോടി പോകുന്ന റൂട്ട് ഭയങ്കര രസമാണ്. 2 സൈഡും കടലിൻ്റെ നടുവിൽ കൂടെ റോഡ് അങ്ങനെ പോകുന്നു. എനിക്ക് തോന്നുന്നു രാമേശ്വരത്തു നിന്ന് ധനുഷ്കോടിയിലേക്ക് 8 കിലോമീറ്ററാണ് നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ടത്. പോകുന്ന വഴിക്ക് പിന്നെ വേറെ 1-2 സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. പഴയ ധനുഷ്കോടിയിലെ റെയിൽവേ സ്റ്റേഷൻ കാണാനുണ്ട്. പിന്നെ 2-3 അമ്പലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോകുന്നത് രാമസേതു കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു സ്റ്റോൺ ഉണ്ടല്ലോ, ആ സ്റ്റോണ് ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കയറി നമുക്ക് ആ സ്റ്റോണിൽ തൊടാം. അത് വെള്ളത്തിലിടാം. ഈ സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കും. വിചാരിക്കുന്ന പോലെ അല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് വലിയ കല്ലൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. അത് ഫ്ലോട്ടിങ് സ്റ്റോൺ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഓരോ വരി നിന്നിട്ട് ഓരോരുത്തർ അത് എടുത്ത് പൊക്കുന്നു, വെള്ളത്തിലിട്ട് നോക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് ധനുഷ്കോടിയിലെ പഴയ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ആ കാണുന്ന മേൽക്കൂര ഇല്ലാണ്ട് കാണുന്ന ബിൽഡിങ്ങാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് അതിൻ്റെ റെയിൽവേ പാളമുണ്ട്. പക്ഷെ ഇപ്പോൾ പാളമൊന്നും കാണാനില്ല, അതെല്ലാം മണ്ണിനടിയിലായി പോയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ത്യയുടെ ലാസ്റ്റ് ഡെഡ് എൻഡിലേക്ക് എത്തി. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ റോഡെന്ന് പറയുന്ന ധനുഷ്കോടിയിലെത്തി നമ്മൾ ലാസ്റ്റ്. പിന്നെ ഞങ്ങളങ്ങനെ ചുമ്മാ കറങ്ങി നടന്നു, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു, കഴിച്ചു. പിന്നെ എന്താ പറയുക, കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇവിടെ ഒത്തിരി കച്ചവടക്കാരുണ്ട് 2 സൈഡിലും. റോഡിൻ്റെ 2 സൈഡിലും. റോഡെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 100-150 മീറ്റർ വീതിയെ മൊത്തം ഉണ്ടാവുള്ളൂ. കാരണം 2 സൈഡിലും കടലാണ്. ആ മൊത്തത്തിലുള്ള ആ കരഭാഗം എന്ന് പറയുന്നത് 150-200 മീറ്റർ വീതി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് കടകളുണ്ട്, ഫ്രൂട്ട്സ്. പിന്നെ ഈ കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളുണ്ട്. ഇവിടുന്ന് നേരെ നമ്മൾ പോയത് ഒരു പള്ളിയിലേക്കാണ്, ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്കാണ് നമ്മൾ നേരെ പോയത്. ഇപ്പോൾ പള്ളിയുടെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മേൽക്കൂരയൊന്നുമില്ല, എല്ലാം നശിച്ച്. ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. പിന്നെ പള്ളിയോട് ചേർന്ന് തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ കടലിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന കുറച്ച് ഷോപ്പുകളുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇതിപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ അത് പാമ്പൻ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണുള്ളത്. ഇതും ഈ കടലിനെ ക്രോസ് ചെയ്യുന്ന റോഡാണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പഴയ പാലം കിടക്കുന്നതും. അതിന് ചാരിയിട്ട് തന്നെയാണ് പുതിയ പാമ്പൻ ബ്രിഡ്ജും ഉള്ളത്. ഈ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് കുറേ വീടുകളുണ്ട്. ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ വീടാണെന്നാണ് കണ്ടിട്ട് മനസ്സിലായത്. കുറേ ബോട്ടുകൾ കടലിൽ കിടക്കുന്നുണ്ട്. അതെല്ലാം നിർത്തിയിട്ടതാണ്. പിന്നെ കുറേ എണ്ണം മീൻ പിടിക്കാൻ പോകുന്നതായിട്ടും കുറേ എണ്ണം കണ്ടു. എന്ത് രസമാണെന്നറിയാം അവിടെ നിന്ന് കാണുമ്പോൾ വ്യൂ. പിന്നെ കുറേ പേര് ഇങ്ങനെ മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കുന്നുണ്ട്. എനിക്കൊന്ന്
ഉണക്കമീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് പാമ്പൻ ബ്രിഡ്ജ്. റൈറ്റ് സൈഡിലുള്ളത് പുതിയതും നടുവിലുള്ളത് പഴയതും ലെഫ്റ്റ് സൈഡിലുള്ളത് റോഡുമാണ്. ഈ ഭാഗത്തായിട്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ കുറേ പേര് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഈ ഒരു ഷോപ്പാണ്. ഈ ഒരു ചെറിയ ഷോപ്പുണ്ടല്ലോ, ഇവിടെയാണ് മീൻ ഒരു വീട്ടിലെ ഭക്ഷണം പോലെയാണെന്നാണ് കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് കഴിച്ചോന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു 10:30 ഇവിടെ എത്തി. ഭക്ഷണം ആയി ചോദിച്ചപ്പോൾ ആയിട്ടില്ല, ഒരു 12:30 ആകുമ്പോഴേ ആവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഭക്ഷണം ആവുന്നവരെ വെയിറ്റ് ചെയ്തു. അവസാനം ഭക്ഷണം റെഡി ആയപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇത്രയേ ഉള്ളൂ രാമേശ്വരം ധനുഷ്കോടി വിശേഷങ്ങൾ.